ഹലോ, ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ മൈൻഡിൽ വയനാട് യാത്ര. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കും, എന്നും പോവണം പോവണം എന്ന് വിചാരിക്കട്ടോ. അങ്ങനത്തെ പ്രതീക്ഷകൾ എന്നല്ലാതെ നമുക്ക് പോവാൻ നടക്കൂല. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് വൈകുന്നേരം ഒരു ടൈമായ സമയത്ത്, വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു 4:30-5 മണി ആയ സമയത്ത് മക്കൾ പറഞ്ഞ് ഒരൊറ്റ മൈൻഡിൽ നമ്മൾ വയനാട്ടിലേക്ക് പോവാന്ന്. അങ്ങനെ അത് പറഞ്ഞരും എല്ലാവരും മാറ്റരും 2 വണ്ടി എടുക്കലും പോവലും കഴിഞ്ഞിട്ടോ. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിക്കുന്ന സമയത്താണ് നമുക്ക് കാര്യങ്ങൾ നടക്കാതെക്കല്. അതെന്താണെന്ന് വെച്ചാൽ പൈസ ഉണ്ടോ ഇല്ലേ, നമ്മൾ പോയാൽ എന്താവും ഏതാവും എന്നുള്ളൊക്കെ ഓരോ ചിന്തകളാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നാൽ നമ്മൾ ഒരു പോക്കും എങ്ങോട്ടും നമുക്ക് പോവാൻ കഴിയൂല. നമ്മൾ ചിന്തിച്ച് അവിടെ ഇരിക്കന്നെ വേണ്ടി വരും. ഇതിപ്പോൾ നമ്മളൊന്നും ചിന്തിക്കാതെയാണ് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിയത്. മക്കൾ പറയലും ഇറങ്ങലും പോവലും. അങ്ങനെ ഞങ്ങൾ അടിവാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുരമൊക്കെ കയറിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് മെയിനായിട്ട് ഉദ്ദേശം എന്താണ്, മക്കൾക്കൊന്ന് ചുരം കയറണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത് ഒരു 3-ാം വളവിലെത്തി അവിടെ ഒന്ന് വണ്ടി ഒന്ന് സൈഡാക്കി അവിടെയുള്ള കാഴ്ചകളാട്ടോ അത് കാണുന്നത്. എന്താ നല്ല ഭംഗിയാണ്. മഴ ആയിട്ടും നല്ലോണം ആളുകളുണ്ട് കേട്ടോ. ഏത് സമയത്തും വയനാട് യാത്ര കാണാൻ ഒരു പ്രത്യേക ഒരു വൈബാണല്ലോ. ആ ചുരം കയറുക, അത് കാണുക, അതൊക്കെ. അപ്പം ഞങ്ങളിൻ്റെ കോട്ടൊക്കെ ഇട്ട് വണ്ടി എടുത്ത് അങ്ങനെ വണ്ടിമ്മ തന്നെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. നല്ല പതുക്കെ അങ്ങനെ സാവധാനം ഞങ്ങൾ പോയി. അങ്ങനെ നമ്മൾ 9-ാം വളവും കഴിഞ്ഞ് നമ്മൾ 9 ചുരവും കയറി നമ്മൾ അവിടെ എത്തി ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചന്ന് അവിടെ ഇറങ്ങി ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ടോ. അപ്പോത്തിന് സമയം തന്നെ ഇരുട്ട് അതിനിട്ടോ. ഒരു 6:30-7 മണി ടൈം അതിനിട്ടോ. നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല മഴയുണ്ടായിനി. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി നല്ല ചൂടുള്ള ചായയും കടിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കട്ടോ. മക്കൾ ഓരോന്നങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാതെ പോന്നാലേ എത്തുള്ളൂ എന്നൊക്കെ മോനങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓനിന് എന്ത് കണ്ടാലും അത് വാങ്ങണം ഇതാക്കണം എന്നുള്ള ഓരോ ചിന്തകളാണ്. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുട്ടാണ് സമയം കണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. വേഗം അതേ സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ തിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് ഞങ്ങളിതാ തിരിച്ചിങ്ങോട്ട് പോരുക. അപ്പോൾ അതിന് നല്ല ഇരുട്ട് ഇങ്ങോട്ട് അതിനിട്ടോ. അപ്പം നമ്മൾ പോരുന്ന സമയത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മൾ താഴെ ഭാഗം നമ്മൾ ഭയങ്കര നല്ലൊരു വൈബ് തന്നെ. നമ്മൾ 9-ാം വളവിന്ന് 9-ാം ചുരത്തുനിന്ന് താഴേക്ക് നോക്കിയ സമയത്ത് ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുക. ആ ലൈറ്റുകൾ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വണ്ടികൾ വരുന്നത് കേട്ടോ. വണ്ടീൻ്റെ ലൈറ്റും കാര്യങ്ങളും കേട്ടോ. ഇതൊക്കെ ഒരു റോഡാണ്. റോഡിലൂടെ ഇങ്ങനെ ഇത് കാഴ്ച കാണാനൊക്കെ എന്തൊരു ഭംഗി. അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് നേരം നോക്കി ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കി നിന്നിട്ടോ. പിന്നെയും ഞങ്ങളിതാ വണ്ടി എടുത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെയും താഴേക്ക് അങ്ങനെ തിരിച്ചു പോരുകയാണ്. നല്ലോണം ആളുകളും ഉണ്ടായിനി ഒരുപാട്. എന്നാലും ഞമ്മക്കൊരു ബുദ്ധിമുട്ടാവേണ്ടി വന്നില്ല കേട്ടോ. ബ്ലോക്കും കാര്യങ്ങളൊന്നും കുടുങ്ങിയില്ല. ഞങ്ങളങ്ങനെ തിരിച്ച് 2 വണ്ടിയും അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോന്നു കേട്ടോ. ഏതിനെ പോഴിന്നൊന്നുമല്ല, ഒരൊറ്റ മക്കൾക്ക് ഇങ്ങോട്ട് പോകണം, അതേ ഉള്ളൂ ഓരോ ഉദ്ദേശം. ഒരിക്കൽ പോയി ആ ചുരം കയറുക എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ സന്തോഷമല്ലേ, മക്കളെ സന്തോഷം ഞമ്മക്കും സന്തോഷം. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാന്നുള്ളതൊക്കെ. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച് എന്ത് ചെയ്ത് നമുക്ക് നോളജ് സിറ്റി കയറാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളവിടെ നോളജ് സിറ്റി എത്തിട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ലൊരു പ്രാർത്ഥനാ സദസ്സാണ്. പിന്നെ പള്ളിയിൽ കയറി നിസ്കരിച്ച് ഹദ്ദാദൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇശാ നിസ്കാരവും ഹദ്ദാദും എല്ലാ സംഗതി നമുക്ക് റാഹത്തായിട്ട് തന്നെ അവിടെയും കൂടാൻ പറ്റിയിട്ടോ. മോൻ പിന്നെ അങ്ങനെ ഇരിക്കുന്നത് എന്താ വെച്ചാൽ നല്ല തണുപ്പ് കേട്ടോ. വണ്ടിമേ യാത്ര ചെയ്ത് ഭയങ്കര തണുപ്പാണല്ലോ. ആ തണുപ്പായിട്ടാണ് അവൻ അങ്ങനെ അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മളെ നോളജ് സിറ്റി പള്ളീൻ്റെ ഉള്ളാണ് കേട്ടോ, ഉൾഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എന്താ മോൻ പറയുന്നതാണ് ഇങ്ങനത്തെ ഒരു പള്ളി ആദ്യമായിട്ടാണ് കാണണമെന്നൊക്കെ പറഞ്ഞാട്ടെ. നല്ലൊരു പള്ളിയും തന്നെ, എന്തൊരു ഭംഗിയാണ് കാണാൻ. അത്യാവശ്യം നല്ലോണം ആൾക്കാരും ഉണ്ടായി കേട്ടോ. ഞങ്ങൾ സമയം അവിടെ എത്തിയത് തന്നെ ഇശാ ബാങ്ക് കൊടുത്ത് ഒരു 8 മണിയായ സമയത്താട്ടോ. നല്ല കറക്റ്റ് ടൈമിനാണ് നമ്മൾ അവിടെ എത്തിയത്. പിന്നെ അതിലൊക്കെ കൂടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ട് തിരിച്ചും ഞങ്ങൾ ഇങ്ങനെ പോന്നു കേട്ടോ. ഇതൊക്കെ ഒരു സന്തോഷമാട്ടോ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ കുത്തിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങി പോരുകയാണെങ്കിലൊക്കെ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മാറും കേട്ടോ. വീട്ടിലിങ്ങനെ ഒതുങ്ങി ഇരുന്നിട്ട് നമുക്ക് പൈസ ആയിട്ട് പോവാമെന്ന് വിചാരിച്ച് നിന്നാലില്ലേ
പൈസ അങ്ങോട്ട് ആവരും ഉണ്ടാവില്ല, നമുക്ക് പോവാനും കഴിയൂല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒറ്റ മൈൻഡിൽ പോയാലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടോ. നമ്മൾ കുറേ ആലോചിച്ച് കുത്തിരുന്നാലൊന്നും നടക്കൂല. പിന്നെ നമ്മുടെ നോളജ് സിറ്റി പള്ളിൻ്റെ പുറംഭാഗട്ടോ, അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരമൊക്കെ നിങ്ങൾ അവിടെ നിന്ന്. അപ്പോൾ തന്നെ അവിടെ താഴെയുള്ള കടകളൊക്കെ അടച്ചു കേട്ടോ. അടക്കണ ഒരു ടൈം ആയിരുന്നല്ലോ, ഒരു 8-8:30 സമയമാകുമ്പോഴത്തേനും കടകളൊക്കെ പൂട്ടുമല്ലോ. എന്നാലും പിന്നെ കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിന്. അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ഉള്ള കട തുറന്നിടത്തൊക്കെ ഒന്ന് പോയി കണ്ട് ആസ്വദിച്ചൊക്കെ ചെയ്ത്. നല്ലൊരു വൈബ് സ്ഥലം കേട്ടോ. എന്താ ഭംഗി! ഇതൊക്കെ കാണാത്തവരൊക്കെ ഇവിടെ വന്നത് കാഴ്ച കണ്ടിട്ടുണ്ട്. പിന്നെ നോളജ് സിറ്റി എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ വയനാട് കൈതപ്പൊയിലാണ് നമ്മളെ ഈ നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അത് കാണേണ്ടത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്ന് തന്നെ പറയാം. നല്ലൊരു അടിപൊളി പള്ളി. അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ അതിൻ്റെ മുൻഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. നമ്മളിവിടെ എത്തിയതൊരു 8 മണി 8:30 ആയല്ലോ. അതുകൊണ്ട് നമുക്ക് ഫുള്ള് കാണാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ ഒരു സമയമുള്ള സമയത്തുണ്ടല്ലോ, ഒരു പകൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി സമയമുള്ളപ്പോൾ ഒരു ദിവസം നമുക്ക് പോകണം. പിന്നെ ഇവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.